ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മ ദിനം. ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ? അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ കടന്നു പോകാനുള്ള, ഓർമ്മിക്കാനുള്ള ഒരവസരമാണിത്. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു എഴുത്തുകാരൻ വേറെ ഉണ്ടാവണമെന്നില്ല. മനുഷ്യർ, ചെടികൾ, ജീവികൾ എല്ലാം അദ്ദേഹത്തിൻ്റെ കഥയിലെ കഥാപാത്രങ്ങളായിരുന്നു. നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കിയാണ് 1964 ഭാർഗവി നിലയം എന്ന സിനിമ റിലീസായത്. അന്ന് ആ സിനിമയിലെ പാട്ടുകളൊക്കെയും ഹിറ്റായിരുന്നു. ആ പാട്ടുകളൊക്കെയും ഇന്നത്തെ തലമുറയിലെ ആളുകളും ഓർക്കുന്നു. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു പ്രേത സിനിമയായിരിക്കും ബഷീറിൻ്റെ ഭാർഗവി നിലയം. നീലവെളിച്ചം എന്ന ഈ കഥ അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നാണിത്. ശാസ്ത്രത്തിൻ്റെ സൂചി കൊണ്ട് ഇതിനെ കുത്തിപ്പൊട്ടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നെക്കൊണ്ട് പൊട്ടിക്കാൻ കഴിയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം. വിശകലനം ചെയ്ത് വ്യാഖ്യാനിക്കാൻ ഇതിനെ അത്ഭുത സംഭവം എന്നല്ലാതെ എന്താണ് പറയുക? ആ കഥ എന്താണെന്ന് നോക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. നമ്മൾ തന്നെ വിചാരിക്കും, ഇതെങ്ങനെ സംഭവിച്ചു, എന്താണ് സംഭവിച്ചത് എന്ന്.